നമ്മളോട് പ്രതികരിക്കാൻ ഈ കുഞ്ഞിൻ്റെ വൃക്കകൾ സ്വീകരിച്ച സ്വീകർത്താവിൻ്റെ അമ്മ ഹരിത ചേരുന്നുണ്ട്. നമസ്കാരം. ഈ കുഞ്ഞിൻ്റെ വൃക്കകളാണ് കുഞ്ഞ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ആരോഗ്യം എന്നുള്ളത് ആദ്യം പറയൂ. അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം അതെങ്ങനെയാണ് കുഞ്ഞ് ആലിൻ്റെ ഈ കുടുംബം എടുത്ത വലിയൊരു തീരുമാനമാണ്, എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇവിടുത്തെ സർജറി രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 7 മണിയായപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ഓക്കെയാണ് ആള്. വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഇതുവരേക്കും. ആളിൻ്റെ കുടുംബത്തോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്ക് വലിയൊരു മനസ്സാണ്. അവർ ആദ്യ കുഞ്ഞുങ്ങൾ ജീവിക്കുവാനായിട്ട് അവർക്ക് തോന്നിയ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് അവരെ അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇതുവരെ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞോ? സർജറി കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ICUലോട്ട് മാറ്റിയപ്പോഴത്തേനും ഞങ്ങളെ കാണിച്ചു. കുഞ്ഞ് സംസാരിച്ചിട്ട് അമ്മ പപ്പാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ICUലോട്ട് മാറ്റിയത്. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അപ്പോഴപ്പോഴുള്ള വിവരം പുറത്ത് വന്ന് പറയുന്നുണ്ട് ഞങ്ങളടുത്ത്. എൻ്റെ ഈ ആരോഗ്യം ഒക്കെ തിരിച്ചു കിട്ടിയ എല്ലാം സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ആലിൻ്റെ കുടുംബത്തെ കാണാൻ പോകുന്നുണ്ടോ അച്ഛനെ അമ്മയെ? തീർച്ചയായും കാണാൻ പോകും. എന്തായാലും കുഞ്ഞും വളരെ വേഗം തന്നെ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ, എല്ലാം വേഗം തന്നെ ഓക്കെ ആവട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ഹരിത പ്രതികരിച്ചതിന്. കുഞ്ഞിൻ്റെ ഈ കൊച്ചു കുഞ്ഞ് ആലിൻ്റെ വൃക്ക ദാനം ചെയ്ത സ്വീകർത്താവിൻ്റെ അമ്മയാണ് നമ്മളോട് സംസാരിച്ചത്. രാവിലെ സർജറി കഴിഞ്ഞു, കുഞ്ഞിനെ കണ്ടു, സുഖമായിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കുഞ്ഞിനെ അച്ഛനമ്മ വിളിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ വളരെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഈ കുഞ്ഞിൻ്റെ അസുഖമെല്ലാം മാറി തിരിച്ചു വന്നു കഴിയുമ്പോൾ ആലിൻ്റെ കുടുംബത്തെ സന്ദർശിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു തീരുമാനം ആ കുടുംബത്തിൻ്റെ ഒരു നിർണായകമായ തീരുമാനമാണ്. ഈ 5 ജീവനുകൾ ഇപ്പോൾ ജീവനിലൂടെ ഈ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.